പറയാം പറയാം എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് ഗോവിന്ദൻ മാഷ് പല സന്ദർഭങ്ങളിൽ വർഗീയതയെ പറ്റി ഓക്കെ വർഗീയതയാണല്ലോ ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ വർഗീയതയെ പറ്റി തന്നെ പറയണം. നിങ്ങൾ വിചാരിക്കും ഇത് വർഗീയതയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, പക്ഷെ അല്ല. ശബരിമലയിൽ നിന്നും CPM-കാർ സ്വർണം കട്ടതിന്റെ പേരിൽ അറസ്റ്റിലായല്ലോ. ആ കാര്യത്തെ പറ്റിയാണ് മാഷ് കൂലങ്കക്ഷമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ മാഷ് ഇഷ്ടമുള്ള കാര്യം മാഷ് പറയും. അപ്പൊ മാഷ് പറയൂ, എന്താണ് വർഗീയത? വർഗീയത എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രക്രിയയാണ് വർഗീയത. കേട്ടല്ലോ, വർഗീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അപ്പൊ ഇത് CPM ചെയ്യാറുണ്ടോ? ചോദ്യം ഇതാണ്. പക്ഷെ അതിനുള്ള മറുപടി കിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കുറെ കാര്യങ്ങളെ പറ്റിയാണ്. അദ്ദേഹം ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ വരൂ, പൊരിക്കാം, ചിരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം, സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തികമായ പിന്തുണകൾ കൊണ്ടാണ്. 2 വർഷമായിട്ട് ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനമൊന്നും കിട്ടാനില്ല. മോണിറ്റൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഒരുപാട് പേര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് വീഡിയോന്റെ റീച്ച് പോയി, ചാനലിന്റെ റീച്ച് പോയി, അങ്ങനെ വരുമാനം മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് പ്രേക്ഷകരോട് സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കണം എന്നൊരു അഭ്യർത്ഥന നടത്തിയത്. നമ്മൾ ഇതൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ചാനൽ കൂടി പാരലലി തുടങ്ങിയിട്ടുണ്ട്. പൊളിന്യൂസ് ആണ് അതിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം, അതും കൂടി ഒന്ന് കാണുക. അതോടൊപ്പം പിന്തുണയ്ക്കുന്നത് തുടരുക. ഇനി സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്തവര് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അങ്ങനെ റീച്ച് കൂട്ടാനായിട്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഗോവിന്ദൻ മാഷ് പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരാം. വിഷയം സത്യത്തില് സ്വർണ്ണക്കൊള്ളയാണ്. അതായത് ഇപ്പൊ പിടിയിലായിരിക്കുന്നത് എല്ലാവരും തന്നെ CPM-ന്റെ ആൾക്കാരാണ്. അതിലും പത്മകുമാർ എന്നൊക്കെ പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ട് അയ്യപ്പന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ മീഡിയയുടെ മുന്നിൽ പറഞ്ഞതാണ്. ഇദ്ദേഹമാണ് പ്രതി എന്ന് ആളുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഒരു തെളിവ് കിട്ടുന്നത് വരെ ഇദ്ദേഹം വലിയ മാന്യനായിട്ട് നടിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് സത്യത്തിൽ ഈ മൊത്തം കൊള്ളയും ഇദ്ദേഹത്തിന്റെ പ്ലാനായിരുന്നു എന്നുള്ളതാണ്. അതായത് വിജയ് മല്യ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകന്മാരുടെ ആ പൊതിയൽ എന്ന് പറയുന്നത് ചെമ്പാണെന്ന് ഒരു കൂസലും ഇല്ലാതെ മാറ്റി തീർത്ത വലിയൊരു കള്ളത്തരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ അറിയേണ്ടത് ഒരു സംഗതിയാണ്, CPM എന്ന പാർട്ടിക്കും ഈ പറയുന്ന ഗോവിന്ദൻ സാർ അടക്കമുള്ള സഖാക്കൾക്കും ഈ കൊള്ളയിൽ എത്രത്തോളം പങ്കുണ്ട്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇത്, അറിയാതെയാണോ എന്നുള്ളതാണ്. കാരണം CPM-കാര് അവര് ഭരണത്തിൽ കയറിയ കാലം മുതൽ വളരെയധികം ധാർഷ്ട്യത്തോടെ സമീപിക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി വനിതാ മതിൽ വരെ കെട്ടുകയും ഏത് തരം താഴ്ന്ന കളിയും കളിക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് CPM. CPM-ന്റെ ആൾക്കാർ അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു. അവരുടെ പോലീസ്, അവരുടെ പാർട്ടിക്കാര് നമ്മൾ കണ്ടതാണ്. അവിടെ നാമജപ സമരം നടത്തിയിരുന്നവരെ വരെ പോലീസിനെ വിട്ട് അടിച്ചമർത്തുകയും ഏകദേശം 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരെ വരെ കലാപാഹ്വാനത്തിന് കേസ് ചാർജ് ചെയ്ത് ജയിലിലടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതൊന്നും വർഗീയതയല്ല എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇദ്ദേഹം വർഗീയതയെ കുറിച്ചാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു സംഗതി വരാനായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പാത്ത് എന്താണെന്ന് അറിയാമോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി മതനിരപേക്ഷതയുടെ ആളാണെന്നാണ് അദ്ദേഹത്തെ കാറിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ പറഞ്ഞത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? പബ്ലിക്ലി ആൻഡ് പ്രൈവറ്റ്ലി മുസ്ലിം സമുദായത്തെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. മലപ്പുറം വൈകാതെ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ പാകിസ്ഥാനായി മാറും എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെ ശ്മശാനത്തിന്റെ പേരിൽ വരെ അടി നടക്കുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ലവ് ജിഹാദിനെതിരെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് മതനിരപേക്ഷനാവുന്നത്? ഇതാണ് അവതാരകന്റെ ചോദ്യം. ഇതിനുള്ള ഇദ്ദേഹത്തിന്റെ മറുപടിയിലെ ആദ്യത്തെ പാർട്ടാണ്, എന്താണ് വർഗീയത? ഏതെങ്കിലും ഒരു മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. നിങ്ങൾ ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസ ക്ഷേത്രമായ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ മറ്റുള്ള മതക്കാർക്കൊക്കെ സന്തോഷം തോന്നുന്ന രീതിയിൽ എന്തോ ഒരു സംഗതി ചെയ്തുകൊണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അവിടെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വനിതാ മതിൽ എന്നൊരു സമര മാതൃക ഉണ്ടാക്കിയപ്പോൾ പർദ്ദയണിഞ്ഞ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായ ഒരുപാട് സ്ത്രീകൾ അതിൽ ഭാഗമായത് നിങ്ങൾ കണ്ടു കാണും. എന്തിനു വേണ്ടിയാണ് അവരവിടെ സമരം ചെയ്തത്? യുവതികൾക്ക് ആ അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള ആ ഒരു അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളിൽ എത്ര പേർക്ക് അവരുടെ സ്വന്തം ആരാധനാലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കാനുള്ള അനുമതിയുണ്ട്?
ഇവരിൽ തന്നെ പല കാസ്റ്റ് വിഭാഗങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൃത്യമായി എനിക്കറിയില്ല. ക്രിസ്ത്യൻസിലുള്ളതുപോലെ ഹിന്ദുക്കളിലുള്ളതുപോലെ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചില ഡിഫറെന്റ് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അവിടെ സ്ത്രീകൾക്ക് മോസ്കിൽ പോകാമെന്നും എന്നാൽ ചില കാസ്റ്റില് സ്ത്രീകൾക്ക് പോകാൻ സാധിക്കില്ല എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണപ്പന്തലിൽ വരെ ആണുങ്ങൾ ഒരു സൈഡിലും പെണ്ണുങ്ങൾ ഒരു സൈഡിലും. ഒരു സ്റ്റഡി ക്ലാസ് കുസാറ്റിൽ നടന്നപ്പോൾ ഒരു കർട്ടൻ ഇട്ട് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേ വ്യക്തി തന്നെ കുവൈറ്റിൽ പ്രോഗ്രാം നടത്തിയപ്പോൾ കർട്ടൻ ഇട്ടില്ല. കാരണം ഇവിടത്തെ ഈ കൺവേർട്ടഡ് മുസ്ലിം അടിച്ചേൽപ്പിക്കലുകൾ അവിടെ നടക്കില്ല. അപ്പൊ ഇത്തരം സംഗതികൾ ഇവർക്കിടയിൽ ഉള്ളപ്പോൾ എന്തിനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ കബറടക്കുന്നിടത്തു പോലും ഒരു സ്ത്രീക്ക് പ്രവേശനമില്ല. വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുന്നതിന് മുമ്പാണ് അവസാനമായി കാണുന്നത്. അതുപോലെ എത്ര കാര്യങ്ങൾ. ഇതെല്ലാം സ്ത്രീകളാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ത്രീകളല്ല തീരുമാനിക്കുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം മറ്റൊരാണിനെയും അഭിമുഖീകരിക്കാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് ഏത് സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയോട് പറഞ്ഞു വെച്ചത്? സ്ത്രീകളല്ല ഇതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്ന് അവരെന്തിനു വേണ്ടിയാണ് മറ്റൊരു മതത്തിലുള്ള സ്ത്രീകൾക്ക് മണ്ഡലകാലത്ത് മാത്രം തുറക്കുന്ന ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മതിൽ കെട്ടി നിന്നത്? ഈ മതിലിന്റെ ബാക്കിൽ കൂടെയാണ് ആംബുലൻസ് വഴി 2 സ്ത്രീകളെ CPM എന്ന പാർട്ടി മല ചവിട്ടിച്ചത്. എന്നിട്ട് ഇപ്പോ ഇവര് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് എന്താണ് വർഗീയത. ഒരു മതത്തെ ദുഷിപ്പിച്ചുകൊണ്ട് മറ്റൊരു മതത്തെ സുഖിപ്പിക്കുന്നത് വർഗീയതയല്ലേ മാഷേ? മതനിരപേക്ഷവാദികളായ എല്ലാവരും മതനിരപേക്ഷവാദികളാണ്. അല്ലാത്തവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന രീതിയിൽ ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറയാണ്, വർഗീയവാദികളാണ്. എങ്ങനെ ഇരിക്കണം? മതനിരപേക്ഷവാദികളായ എല്ലാവരും മതനിരപേക്ഷവാദികളാണ്. വെള്ളാപ്പള്ളി മതനിരപേക്ഷവാദിയാണോ? ആ ചോദ്യത്തിന് ഉത്തരവില്ല. മതനിരപേക്ഷവാദികളായ എല്ലാവരും മതനിരപേക്ഷവാദികളാണ് എന്നാണ് പറയുന്നത്. ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് വെള്ളാപ്പള്ളിയെ പറ്റി പറയുന്നുണ്ട്, അത് കേൾക്കാം. വർഗീയവാദികളെ വർഗീയവാദികളായിട്ടും മതനിരപേക്ഷവാദികളെ മതനിരപേക്ഷവാദികളായിട്ടും കാണണം. ഇതിൽ വെള്ളാപ്പള്ളി എവിടെ പെടും എന്നാണ് ചോദ്യം മാഷേ. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ അതോ മതനിരപേക്ഷവാദിയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ? വിശ്വാസമല്ല അതിനടിസ്ഥാനം. വിശ്വാസമല്ല അതിന്റെ അടിസ്ഥാനം. അതായത് വിശ്വാസമുള്ള ആൾക്കും വിശ്വാസം ഇല്ലാത്ത ആൾക്കും മതനിരപേക്ഷയും ആകാം വർഗീയവാദിയും ആകാം. വിശ്വാസം ഇല്ലാത്ത ഒരാള് ഏത് വർഗത്തിന് വേണ്ടിയാ വർഗീയവാദിയാവുന്നത്? അത് മനസ്സിലായില്ല. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാമോ? വർഗീയത എതിർക്കുന്നുണ്ടോ മാഷ്? ഞാൻ മനസ്സിലാക്കുന്നു. വർഗീയതയെ CPM എതിർക്കുന്നുണ്ട്. എതിർക്കുന്നുണ്ട്. വർഗീയത എതിർക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് SNDP സാമുദായിക നേതാവ് പച്ചയായിട്ട് വർഗീയത പബ്ലിക്കലി പറഞ്ഞൊരു മനുഷ്യനെ കൂടെ കൊണ്ടുവന്നത്? SNDP രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, നിങ്ങൾ വെറുതെ പറഞ്ഞോണ്ടിരിക്കുന്നത്. മാഷേ അതൊരു സാമുദായിക സംഘടനയല്ലേ? SNDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, സാമുദായിക സംഘടനയല്ലേ? അല്ല മാഷേ, ഈ സാമുദായികം എന്ന് പറയുമ്പോ മതത്തിന്റെ അകത്തല്ലേ സമുദായങ്ങളുള്ളത്? അപ്പൊ ഈ സാമുദായിക നേതാവിനെ നമ്മൾ കൊണ്ടു നടക്കുക, അതും ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഒരു ഭയവും ഇല്ലാതെ എത്ര കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അങ്ങനെ ഒരാളെ പിന്തുണയ്ക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് മതനിരപേക്ഷതയാവുന്നത്? അത് വർഗീയതയല്ലേ? SNDP യോഗം, SNDP ആയാലും NSS ആയാലും അതുപോലെ തന്നെ മറ്റു വിവിധ പേരുകളിൽ നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊണ്ടുപോയത് ഒരുപാട് സംഘടനകളുണ്ട്. മാഷിന്റെ കൺട്രോൾ പോയി. നിങ്ങൾ ഇങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും എല്ലാ സമുദായക്കാരെയും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും പറയുന്നില്ലല്ലോ. നമ്മളൊരു വെള്ളാപ്പള്ളിനെ പിടിച്ചത് ഇപ്പൊ വലിയ കാര്യമായി പോയി. അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കണ്ട. ഇതൊക്കെ മോശമായിട്ടുള്ള സംഗതിയാണ്. കണ്ടോ മാഷിന്റെ ടെമ്പർ. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ മതനിരപേക്ഷവാദി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ്? മതനിരപേക്ഷവാദി ആയതുകൊണ്ട്. ഉത്തരം കിട്ടിയല്ലോ. വെള്ളാപ്പള്ളി നടേശനെ എന്തിനാ മതനിരപേക്ഷവാദി എന്ന് വിശേഷിപ്പിച്ചത്? മതനിരപേക്ഷവാദി ആയതുകൊണ്ട്. അപ്പൊ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതോ? നമ്മുടെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയ്ക്ക് വർഗീയത തുപ്പുന്ന ഒരു നാക്ക് വെള്ളാപ്പള്ളി നടേശന്. പക്ഷെ അത് പുതിയ വിജയനല്ല, പഴയ വിജയനാ. പഴയ വിജയൻ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, ഇപ്പൊ പുതിയ വിജയനാണെന്നും പുതിയ വിജയൻ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നും പിണറായി വിജയൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് അത് വിട്ടേക്കാം. അപ്പൊ ഇവര് പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദിയാണ്. ഹൈബിയുടെ പണ്ട് പറഞ്ഞായിരുന്നു, എന്റെ കൊച്ചിന് തട്ടം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്കൂളിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയ കൊച്ചിന്റെ അച്ഛൻ മതനിരപേക്ഷതവാദിയാണെന്ന്. നോക്കൂ, മതത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണോ മതനിരപേക്ഷവാദികൾ? അപ്പൊ നിങ്ങൾ വർഗീയവാദി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഇവരുടെ ഇരട്ടത്താപ്പ് ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. സ്വർണ്ണക്കൊള്ളയെ ഒളിക്കാനും ആ ഒരു അപവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനും വായിത്തൊന്ന് എല്ലാം പറയും. എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷിനെ പാർട്ടി സെക്രട്ടറി ആക്കി ഇരുത്തിയിരിക്കുന്നത് അറിയാമോ? ഇദ്ദേഹം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ഒക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മീഡിയനെ ഡൈവേർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ ഇത് കേട്ടിരുന്ന് ചിരിക്കുന്നില്ല. ഇത്രയേ ഉള്ളു കാര്യം. അതാണ് ഈ പാർട്ടി സെക്രട്ടറിയെ കൊണ്ടുള്ള ഗുണം. പുറകെ ഇന്ന് പിണറായി കളിക്കും, ഗോവിന്ദൻ അതിനെ പ്രതിരോധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് വർഗീയത, എന്താണ് മതനിരപേക്ഷത, ആരാണ് വർഗീയത പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ പ്രബുദ്ധരാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വട്ടമെങ്കിലും നിങ്ങൾ ഈ കുഴിയിൽ വീഴില്ല. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.